Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നോമ്പായപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് സ്നാക്സിൻ്റെയും ഡ്രിങ്ക്സിൻ്റെ ഒക്കെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടാവില്ലേ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം ചിക്കൻ ഉണ്ടെങ്കിൽ ഈ ഒരു സ്നാക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം കേട്ടോ. അപ്പം സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചിക്കനാണ്. എത്ര സ്നാക്ക് വേണോ അതിനനുസരിച്ചിട്ട് ചിക്കൻ എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ അപ്പോൾ നമ്മൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പം കാശ്മീരി മുളക് പൊടി കയ്യിലില്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ചില്ലി ഫ്ലെക്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എരിവ് കൂടാണ്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് 3 ഡ്രോപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 3 ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ചിക്കൻ പീസിലും നമ്മൾ ചേർത്ത് കൊടുത്ത ഐറ്റംസൊക്കെ നന്നായിട്ട് എല്ലാ പീസിലും ആവണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇതിൽ ചേർത്ത് കൊടുത്ത സ്പൈസസൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ഏതൊക്കെയെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം സോസുകൾ ചില്ലി സോസൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതൊക്കെ ഫ്ലേവറാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നന്നായിട്ട് ചിക്കനിൽ എല്ലാ പീസിലും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ചിക്കനിൽ എല്ലാ പീസിലും നന്നായിട്ട് മസാലയൊക്കെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്നാക്ക് റെഡിയാക്കുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. സമൂസ ഷീറ്റിന് അങ്ങനെ പ്രത്യേകിച്ച് എണ്ണ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് അങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം സമൂസ ഷീറ്റ് ഫ്രിഡ്ജിലാണെങ്കിൽ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 1 അവർ മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ സമൂസ ഷീറ്റൊക്കെ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്താ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മുഴുവനായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ സമൂസ ഷീറ്റ് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതിൽ കവർ ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നൊരു പീസ് എടുത്തിട്ട് ഇതിൽ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ചിക്കൻ പീസ് മുഴുവനായിട്ട് സമൂസ ഷീറ്റിൽ ഇതേപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് ഇട്ട് കൊടുക്കുക. സ്നാക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. അപ്പം തീ കുറച്ച് വെച്ചാൽ നമ്മൾ ഉള്ളിലുള്ള ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വരുള്ളൂ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് സ്നാക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഫ്ലെയിം കുറക്കുക കേട്ടോ. അപ്പം ഫ്ലെയിം കുറച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു പുറത്തുള്ള ഒരു സമൂസ ഷീറ്റ് പെട്ടെന്ന് അങ്ങോട്ട് കരിയും ചെയ്യും, ഉള്ളിലുള്ള ചിക്കന് കുക്കാവില്ല. സ്നാക്ക് ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഒരു ഭാഗമൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കൊക്കെ കണ്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി സ്നാക്ക് ഇവിടെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം കൂടുതൽ ഈസി റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.